ഇന്ന് നമുക്ക് ചിക്കൻ മന്തി വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. 3 കപ്പ് റൈസ് ഞാൻ 1 മണിക്കൂർ കുതിരാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. ഇതിലേക്ക് നമ്മൾ ഒരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. ഈ എടുത്ത് വെച്ചേക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഉപ്പ്, ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അത് നമ്മൾ 3/4 കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് 1 മണിക്കൂറാണെങ്കിൽ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ നമുക്ക് വയ്ക്കാം. 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ച് ചിക്കനിലേക്ക് ചേർത്ത് വേവിക്കാൻ വേണ്ടി ഒരു ഓനിയൻ, 1 ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അത് ചിക്കനിലിട്ട് വേവിക്കാൻ. പിന്നെ റൈസ് വേവിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ചേർത്ത് വേവിക്കാൻ വേണ്ടി മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്, ഗ്രാമ്പ് 10 എണ്ണം, ഏലക്ക 8 എണ്ണം, പട്ട 4 ഇഞ്ച്, പെപ്പർ 1/2 സ്പൂണ്, പേ ലീഫ് 2, ഉണങ്ങിയ നാരങ്ങ 1 എണ്ണം. ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. വേറെ ഒരു പാനിലേക്ക് ഞാൻ ചിക്കൻ വേവിക്കാൻ വച്ചിട്ടുണ്ട്. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വേവിക്കാൻ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. റൈസ് വേവിക്കാൻ വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 1/2 സ്പൂൺ പെപ്പർ, 10 ഗ്രാമ്പ്, 4 ഇഞ്ച് പട്ട, 8 ഏലക്ക, ബേ ലീഫ് 2 എണ്ണം, ഒരു ഉണങ്ങിയ നാരങ്ങ നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നതിന് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ഇവിടെ ഓനിയനും ക്യാപ്സിക്കം ഇട്ട് ചിക്കനിലേക്ക് വെച്ചേക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് വെള്ളത്തിലേക്ക് റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് നമുക്ക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ റൈസ്, അത് നമുക്ക് വെള്ളമൊന്നും ഊറ്റിക്കളഞ്ഞിട്ട് റൈസ് മാത്രം ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റ് നമുക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. റൈസ് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. റൈസ് ഏകദേശം വേകാറായി. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കരുത്. ഒരു ഹാഫ് വേവാണ് നമുക്ക് എടുക്കേണ്ടത്. റൈസ് വെന്ത് കഴിഞ്ഞ് ഞാനത് മാറ്റി വെച്ചു.
ഇപ്പം ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെന്ത ചിക്കനിലേക്ക് ഈ മാറ്റി വെച്ച റൈസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഹാഫ് വേവിച്ച റൈസ് ഉണ്ടല്ലോ, നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ദം ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് പഴയ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ നമുക്ക് ദം ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കണം. ഇതൊന്ന് ദമ്മായി വന്നതിന് ശേഷം നമുക്കൊന്ന് ദമ്മായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ റൈസ് ദമ്മായി വെന്ത റൈസ് നമുക്കൊന്ന് മുകളിലേക്ക് ഇരിക്കുന്ന റൈസ് ഒന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് കോരി മാറ്റാം. മാറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗത്തിരിക്കുന്ന ചിക്കൻ പീസ് നമുക്ക് സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ പീസ് നമുക്ക് മാറ്റിയിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചേക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് നമുക്കിടാം. ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചട്നി നമുക്ക് റെഡിയാക്കാം. മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നി റെഡിയാക്കാം. അതിന് 2 തക്കാളി, പച്ചമുളക് 1, 2 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി മല്ലിയില, 1 പിഞ്ച് ജീരകം. ഓപ്ഷണലാണ് ഓണിയൻ ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ചോപ്പറാണ് എടുക്കുന്നത്. മിക്സി ജാറിലും ഉണ്ടാക്കാം, ചോപ്പറിലും ഉണ്ടാക്കാം. ഇതിലേക്ക് ഇച്ചിരി 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഫൈൻ പേസ്റ്റ് ആകാൻ പാടില്ല. അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചട്നിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്.